എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാം അറിയുന്ന പോലെ ലോകം യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മളെയൊക്കെ അത് ബാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്, നമുക്ക് ഗ്യാസ് ലഭിക്കുന്നുണ്ടോ പറഞ്ഞുള്ള ചർച്ചകളിങ്ങനെ വ്യാപകമായി നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് നമ്മുടെ മട്ടന്നൂരുള്ള കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം എന്ന് പറയുന്നത്. അവിടെ വിദേശത്തേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിന്നുപോയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇനിയിപ്പോൾ മാർച്ച് 13-ാം തീയതി ഇവിടെ നിന്നുള്ള സർവീസ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളുമായി ആദ്യം തന്നെ പങ്കുവെക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് സഫിയ ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ജെനീസാണ്. ജെനീസെ, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് ഇപ്പോൾ മാർച്ച് 13-ാം തീയതി ഇവിടെ നിന്ന് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെയുള്ള താൽക്കാലികമായി നിന്നുപോയ സർവീസുകളുടെ അവർ പോയിട്ടുണ്ടോ, വേറെ കണക്ഷൻ ഫ്ലൈറ്റ് പോയിട്ടുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു വില? നിലവിലുള്ള അവസ്ഥ പ്രകാരം പിന്നെ നാളെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഷാർജയിലേക്ക് പിന്നെ രാത്രി 9:30 ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. മാർച്ച് 13-ാം തീയതി. 14-ാം തീയതിയും കണ്ണൂർ ഷാർജയിലേക്ക് ഫ്ലൈറ്റ് നിലവിൽ പോകുന്നുണ്ട്. ഷെഡ്യൂൾ ഫ്ലൈറ്റ് പ്രകാരം, പുതിയ അപ്രൂവൽ പ്രകാരം പോകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ജിദ്ദയിലേക്ക് സർവീസ് ഉണ്ട്. അങ്ങനെ പിന്നെ കണക്ഷൻ ഫ്ലൈറ്റുകൾ സർവീസ് നിലവിൽ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർജയിൽ നിന്ന് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റുകൾ, കണ്ണൂരേക്കുള്ള ഫ്ലൈറ്റും വരുന്നുണ്ട്. ഇതാണ് നിലവിലുള്ള സ്റ്റാറ്റസ്. അതാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഇപ്പോൾ ഒരു സംശയം, ഇപ്പം വിദേശത്തേക്ക് പോകുമ്പോഴുള്ള ടിക്കറ്റ് നിരക്കിൽ വന്ന മാറ്റം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണോ ടിക്കറ്റ് നിരക്ക്, എങ്ങനെയാണ് അതിൻ്റെ? ഒരിക്കലുമല്ല. നല്ല ഏകദേശം ഒരു 60,000 രൂപ ഒരു ഭാഗത്തേക്കുള്ള ടിക്കറ്റിൻ്റെ ചാർജ് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ടറിലേക്ക് വരേണ്ട ചാർജ് ഒരു പാസഞ്ചർ വരുമ്പോൾ ഇപ്പോൾ നിലവിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത്രയും തുക 60,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ, വിഷു ഇതൊക്കെ ഈ നിരക്കിൽ തന്നെ പോകാൻ സാധ്യത? നിലവിൽ 28-ാം തീയതി വരെയുള്ള ഫ്ലൈറ്റുകൾ പിന്നെ ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റ് ക്യാൻസലായി എന്നാണ് പറയുന്നത്. പുതിയ ഷെഡ്യൂൾ പ്രകാരമുള്ള ഫ്ലൈറ്റ്, അതായത് പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് 13-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക്. അത് നിലവിൽ ഉള്ള റേറ്റ് കുറച്ച് കൂടുതലാണ്. അത്രയും പാസഞ്ചർ നാട്ടിലേക്ക് വരാനുണ്ട്. നിലവിലുള്ള ഇപ്പോൾ 13-ാം തീയതി ഫ്ലൈറ്റ് നിലവിൽ ബുക്കിംഗ് ഫുള്ളായി. 13-ാം തീയതി 14-ാം തീയതി ഫുള്ളായി. അപ്പോൾ 28 വരെ ഉള്ളത് നോർമൽ ഷെഡ്യൂൾ ക്യാൻസലാണ്. നോർമൽ ഷെഡ്യൂൾ ക്യാൻസലാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ്. ഇപ്പോൾ 16-ാം തീയതി അങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ഷാർജയിൽ നിന്ന് കണ്ണൂരേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടേക്ക് ഉണ്ട്. ബാംഗ്ലൂരേക്ക് എമിറേറ്റ്സ് വരുന്നുണ്ട്. കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ദുബൈയിൽ നിന്നൊരു സർവീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജിദ്ദയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് നിലവിലുള്ള സർവീസ്. ദോഹ വരുന്നില്ല, ബഹ്റൈൻ വരുന്നില്ല, കുവൈത്ത് വരുന്നില്ല. ബാക്കിയുള്ളതിന് താമസിയാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ സാധാരണ ഒരു തൊഴിലാളിയായി അവിടെ ജോലി ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് വന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖം തന്നെയാണ്. കാണാൻ പറ്റുക എന്നുള്ളൊരു അവസരം പാടെ മറക്കേണ്ടി വരും. ഇനി എന്തായാലും 1-2 മാസം ഇത് തന്നെയായിരിക്കും അവസ്ഥ പ്രതീക്ഷിക്കാം. ഏപ്രിൽ മുതൽ റെഡിയാവുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്നാൽ തന്നെ ഒരുവിധ ആൾക്കാർ എല്ലാ ഭാഗത്തും തടിച്ചു കൂടിയിട്ടുള്ളത്. ഇന്ന് അങ്ങോട്ടേക്ക് പോകേണ്ട ആൾക്കാർ അനവധിയുണ്ട്, അങ്ങനെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആൾക്കാരും അനവധിയുണ്ട്. അപ്പോൾ ഈ ട്രാവൽ മേഖലയിൽ സാധാരണ ഇതിൽ ബാധിച്ചിട്ടുണ്ടാവില്ലേ? എങ്ങനെയാണ്? നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എയർലൈൻ്റെ ഭാഗത്തു നിന്ന് റീഫണ്ട് കിട്ടുക എന്ന് പറയുന്നത്, ഇപ്പം എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ആയതുകൊണ്ട് ആദ്യമേ മുൻകൂട്ടി ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും. പെരുന്നാൾ നാട്ടിലേക്ക് വരണമെന്ന പ്രതീക്ഷയിൽ ആദ്യമേ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് തീരാ നഷ്ടം തന്നെയാണ്. 14,000 ടിക്കറ്റ് എടുത്ത ആൾ 60,000 50,000 ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ റീഫണ്ട് സ്വാഭാവികം 14 ദിവസം വരെ സമയം തന്നിട്ടാണുള്ളത് റീഫണ്ട്. ആ റീഫണ്ടിൻ്റെ ഉത്തരവാദിത്വം ട്രാവൽ ഏജൻസിയാണോ? എയർലൈൻ ട്രാവൽ ഏജൻസിക്ക് കൊടുക്കും, ട്രാവൽ ഏജൻസി കസ്റ്റമർക്ക് കൊടുക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ എടുത്ത ഒരു ടിക്കറ്റ് ഒരു 15,000 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തു എന്ന് കരുതും. ആ റീഫണ്ട് 15 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പുതിയ ടിക്കറ്റ് എടുക്കുമ്പം 60,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പാസഞ്ചറെ സംബന്ധിച്ചിടത്തോളം 75,000 രൂപ ചിലവാണ്. ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആണെങ്കിൽ വീണ്ടും 3ാമതൊരു ഫ്ലൈറ്റ് എടുക്കേണ്ടി വരും. അതും കസ്റ്റമർ തന്നെ കാണേണ്ടി വരും. ആ തുകയും. അപ്പോൾ അത്രമേൽ ഗുരുതരമായ അവസ്ഥയിലാണ് പ്രവാസ ലോകം നിലനിൽക്കുന്നതെന്നാണ് നമ്മുടെ ജെനീസ് പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവിക ആളുകൾക്ക് മറ്റൊരു സംശയം ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ നമ്മുടെ
ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് ഹൈദരാബാദിൽ പോയി ജിദ്ദയിലേക്ക് അങ്ങനെ നിലവിൽ സർവീസ് ഉണ്ട്. കണക്ഷൻ ഫ്ലൈറ്റ് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ടു ഹൈദരാബാദ് ജിദ്ദ ഉണ്ട്, കണ്ണൂർ ടു ബാംഗ്ലൂർ ജിദ്ദ ഉണ്ട്, കണ്ണൂർ ടു മുംബൈ ജിദ്ദ ഉണ്ട്. അങ്ങനെ ഈ കണക്ഷൻ ഫ്ലൈറ്റുകൾ നിലവിൽ സർവീസ് നടത്തും. അപ്പോൾ നമ്മൾ ഈ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ സർവീസ് സ്വാഭാവികമായിട്ടും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ സർവീസുകളൊക്കെ നിൽക്കുമ്പോൾ അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതിന് പകരമുള്ള സർവീസുകൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ്? നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. പകരം സർവീസ് വന്നു കഴിഞ്ഞാലും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ശോചനീയാവസ്ഥ തന്നെയാണ് പോകുന്നത് അല്ലേ? ആ സർവീസ് വന്നാലും അങ്ങനെ തന്നെ ഉണ്ടാവും. അതെ, യെസ്, അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമ്മുടെ വ്യോമയാന ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു ടൗണിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ നിലകൊള്ളുന്ന മട്ടന്നൂരിൽ നിന്ന്. സ്വാഭാവികമായും പ്രവാസ ലോകത്തെ ആളുകൾക്കുണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ബാധിക്കുന്നത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ അറിയുന്ന ഒരുപിടി ആളുകൾ പ്രവാസ ലോകത്തുണ്ട്. അവരുടെ പ്രയാസത്തോടൊപ്പം നമുക്ക് കൂടെ നിൽക്കാനാണ് സാധിക്കുക. ഒപ്പം തന്നെ ഒരുപാട് സംഘടനകൾ ഇതിനുവേണ്ടി സഹായമൊക്കെ ചെയ്തോളും അല്ലേ? നാട്ടിൽ വരാനും. നിലവിൽ ഇപ്പോൾ ദുബൈയിൽ കുടുങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം മസ്കറ്റ് എയർപോർട്ട് നിലവിൽ റണ്ണിംഗ് ആണ്. മസ്കറ്റിലേക്ക് എല്ലാ സർവീസും കണ്ണൂരിൽ നിന്ന് നോർമലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കണ്ണൂർ ടു മസ്കറ്റ് പോകുന്നുണ്ട്, മംഗലാപുരം ടു മസ്കറ്റ് പോകുന്നുണ്ട്, കോഴിക്കോട് മസ്കറ്റ് പോകുന്നുണ്ട്, കൊച്ചി ടു മസ്കറ്റ് പോകുന്നുണ്ട്. ദുബൈയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മസ്കറ്റിനെ ആശ്രയിച്ചിട്ട് പോകാനുള്ള വഴികളുണ്ട്. വഴി റോഡ് അവിടെ നിന്ന് മസ്കറ്റിൽ നിന്ന് പോകാനുള്ള സൗകര്യമുണ്ട്. കണ്ണൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകാം, മസ്കറ്റിൽ നിന്ന് ദുബൈയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചു വരാനും സൗകര്യമുണ്ട്. യെസ്, അതാണ് സംഭവം. അപ്പോൾ അവിടുത്തെ സംഘടനാ പ്രതിനിധികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിലേക്ക് വരണം നിർബന്ധമുള്ള ആളുകൾക്കൊക്കെ വരാനുള്ള സാഹചര്യം ഇത്തരത്തിലുണ്ട് എന്നാണ് ജിനീസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ യുദ്ധമെന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, മനുഷ്യർക്കിടയിലും രാജ്യങ്ങൾക്കിടയിലും അങ്ങനെ ഉണ്ടാവാതിരിക്കേണ്ട ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത്. സ്നേഹം കൊണ്ട് നമുക്ക് മതിൽ തീർക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ലോകം മുഴുവനുള്ള മനുഷ്യരുമായി നമുക്ക് കൂടെ ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് താൽക്കാലികമായി വിട പറയുകയാണ്. നമ്മുടെ ഇത്ര സമയം സഹകരിച്ചത് സഫിയ ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ജിനീസാണ്. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് തമീമാണ്. വീണ്ടും മറ്റൊരിടത്ത് കാണാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. Grace International School, Kidalur, Valayan, an initiative of the Roman Catholic Diocese of Kannur, CBSE syllabus. കണ്ണൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ, കീഴല്ലൂർ, വളയാൽ. LKG മുതൽ 7ാം ക്ലാസ് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സ്പാനിഷ് ഭാഷ പഠിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനം. മികവാർന്ന ഇംഗ്ലീഷ് പരിജ്ഞാനം. Our facilities: library, സയൻസ് ലാബ്, computer lab, മൾട്ടിമീഡിയ ക്ലാസ് റൂം, indoor playroom for KG kids. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്: ചെണ്ട, കരാത്തെ, ക്ലാസിക്കൽ ഡാൻസ്, സ്പെഷ്യൽ അബാക്കസ് ക്ലാസ്. സ്പെയിൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരുടെ പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ. മൈ കിഡ്സ്, ന്യൂ ഇന്റർനാഷണൽ പ്രോഗ്രാം ഫോർ KG കിഡ്സ്, എ ഫോണിക് ബേസ്ഡ് പ്രോഗ്രാം. സ്വതന്ത്രമായി ഇംഗ്ലീഷ് വായിക്കുന്നതിനും സ്ഫുടതയോടെ സംസാരിക്കുന്നതിനും കഴിയുന്ന രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുവാനും അവരിലെ സാഹിത്യാഭിരുചി പരിപോഷിപ്പിക്കുന്നതിനും ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഭാഷാധിഷ്ഠിത പരിപാടിയാണ് മൈ കിഡ്സ്. മൈ കിഡ്സ്, ഫോൺ 7510793958. ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ, കീഴല്ലൂർ, വളയാൽ. കണ്ണൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂൾ, കീഴല്ലൂർ, വളയാൽ. An initiative of the Roman Catholic Diocese of Kannur.